ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം ഞാനിന്ന് ഗോൾഡ് ആപ്പിനെ പറ്റിയാണ് കഴിഞ്ഞൊരു വീഡിയോ കുറേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കുറേ പേരൊരു കോമൺ ആയിട്ടൊരു ഡൗട്ടാണ്, എന്താണ് ഡിജിറ്റൽ ഗോൾഡും നമ്മുടെ സാധാ ഫിസിക്കൽ ഗോൾഡ്, അത് നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുന്ന ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം, അതിന് റേറ്റ് കുറവാണല്ലോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഡിജിറ്റൽ ഗോൾഡ് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡാണ്. 24 ക്യാരറ്റ്. നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് 22 ആണ്. പിന്നെ നമുക്ക് 18 ക്യാരറ്റും ഉണ്ട്. അപ്പം ഇതാണ് ഈ ഒരു വില ഡിഫറൻസ് വരുന്നത്. നമ്മൾ 24 ക്യാരറ്റ് ഗോൾഡാണ് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് ഉപയോഗിച്ച്, അതായത് ഗോൾഡ് എന്നൊരു ആപ്പ് ഉപയോഗിച്ച് വാങ്ങിക്കുന്നത് 24 ക്യാരറ്റ്. അതിനകത്തിൽ നിന്നാണ് നമുക്ക് കോയിൻസോ അല്ലെങ്കിൽ ഗോൾഡ് ബാറോ നമുക്ക് അവരുടെ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്നത്. അതാണ് ഈ റേറ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇന്നത്തെ റേറ്റ് 464 ഞാൻ പറഞ്ഞായിരുന്നു. ഗോൾഡിൻ റേറ്റ് 464, ഒരു ഗ്രാമിൻ്റെ വിലയാണ് 464. അത് ഇന്നത്തെ റേറ്റാണ്. നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് കുറവായിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ഇത് 24 ക്യാരറ്റ് ഗോൾഡ് ആണെന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ വിൽക്കുമ്പോഴുള്ള റേറ്റും വാങ്ങിക്കുമ്പോഴുള്ള റേറ്റും തമ്മിൽ വ്യത്യാസം കാണും. അപ്പോൾ നിങ്ങൾക്ക് വിൽക്കുന്നുള്ള സമയത്ത് ഈ ഗോൾഡ് വെച്ചിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ സെയിൽ റേറ്റ്, അതായത് സെൽ റേറ്റ് കൂടുന്ന സമയത്ത് വിൽക്കുക. മിനിമം ഒരു 4 ദിറംസ് 5 ദിറംസ് ഒക്കെ നമുക്ക് വ്യത്യാസം വരുമെങ്കിൽ വിൽക്കാം. അതിൽ കൂടുതലാണെങ്കിൽ അത് സെൽ റേറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് വിൽക്കാവുന്നതാണ്. ഇവർ ആരോ താഴെന്ന് കാണിക്കുന്നത് സെൽ റേറ്റ് ഇപ്പം നമുക്ക് കുറവാണ്, 455 എന്ന് കാണിക്കുന്ന സെൽ റേറ്റ് കുറവാണ്. പക്ഷേ അത് മുകളിലോട്ട് ഗ്രീൻ പോസിറ്റീവ് ആണെങ്കിൽ സെൽ റേറ്റ് നമുക്ക് കൂടിയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ വിൽക്കാം എന്നുള്ളതാണ്. നിങ്ങൾ പ്രധാനമായിട്ടൊരു കാര്യം നോക്കിയാൽ മതി, വാങ്ങിക്കുന്ന റേറ്റും വിൽക്കുന്ന റേറ്റും തമ്മിൽ ഒരു 5 ദിറംസ് 6 ദിറംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്, അത് കുറയും. മേ ബി പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും നമുക്ക് കുറയും. ആ സമയത്ത് നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ വിൽക്കാം, സെയിൽ ചെയ്യാം. ഒത്തിരി നഷ്ടത്തിൽ വിറ്റിട്ട് കാര്യമില്ലല്ലോ. ഗോൾഡിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് പ്രോഫിറ്റബിൾ ആവും. പക്ഷേ നമ്മൾ സെൽ റേറ്റോട് ഒന്ന് കൺസിഡർ ചെയ്യുക. സെൽ റേറ്റ് അത്യാവശ്യം ഉള്ള സമയത്ത് നിങ്ങൾക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ വിൽക്കുക. ഈ ഒരു കോമൺ ഡിഫറൻസ് ആണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്.